ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. IPL പോയിന്റ് ടേബിൾ പ്രവചനാതീതമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ തോൽവി പോലും അല്ലെങ്കിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും പോയിന്റ് ടേബിളിനെ തകിടം മറിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈ ഇന്ത്യൻസ് ആണ് 11 മത്സരങ്ങളിൽ നിന്ന് 14 പോയിന്റുമായിട്ട്. ഒരു തോൽവി പോലും പോയിന്റ് ടേബിളിനെ തകിടം മറിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അത് തന്നെയാണ് ഇവിടെ പറയാൻ പോകുന്ന ഈ ഒരു വീഡിയോയിൽ. ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മുംബൈയെ സംബന്ധിച്ച് പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത ഏറെയാണ്. എന്നാൽ പൊസിഷന്റെ കാര്യത്തിൽ നമുക്ക് ഒരു കൺഫർമേഷൻ പറയാൻ സാധിക്കില്ല. തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളുടെ തോൽവിക്ക് ശേഷം മുംബൈ ട്രാക്കിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. നിലവിൽ ആ ഒരു പ്ലേ ഓഫ് സ്പോട്ട് അർഹിക്കുന്ന ഒരു ടീം തന്നെയാണ് മുംബൈ. അതോടൊപ്പം തന്നെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 6 ടീമുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതിൽ പീക്കിൽ നിൽക്കുന്ന ഒരു ടീം തന്നെയാണ് മുംബൈ. ബോളിംഗ് സൈഡിലാണെങ്കിലും ബാറ്റിംഗ് സൈഡിലാണെങ്കിലും നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു എഞ്ചിനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. രണ്ടാം സ്ഥാനത്ത് ഗുജറാത്ത്, മൂന്നാം സ്ഥാനത്ത് RCB, നാലാം സ്ഥാനത്ത് പഞ്ചാബ്, അഞ്ചാം സ്ഥാനത്ത് DC, ആറാം സ്ഥാനത്ത് LSG എന്നിങ്ങനെയാണ് നിലവിൽ നിൽക്കുന്നത്. ഡൽഹിയുടെ കാര്യത്തിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ടീം പിന്നീട് തുടർച്ചയായിട്ടൊരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളി പോകേണ്ടി വരികയാണ്. ആറാം സ്ഥാനത്ത് നിൽക്കുന്ന LSGയെ സംബന്ധിച്ച് നിലവിൽ പോയിന്റ് ടേബിളിൽ പ്ലേ ഓഫിലേക്ക് വരാനുള്ള സാധ്യത നിലവിൽ നിൽക്കുന്നുണ്ടെങ്കിലും LSGയുടെ നിലവിലെ പെർഫോമൻസ് വെച്ച് പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അതിനേക്കാൾ ബെറ്റർ ക്വാളിറ്റിയിലാണ് അവിടെ പഞ്ചാബ്, RCB, ഗുജറാത്ത്, മുംബൈ എന്നീ ടീമുകൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തായാലും പ്ലേ ഓഫ് റേസിൽ നിലവിൽ എനിക്ക് ഫീൽ ചെയ്യുന്ന ഈ 5 ടീമുകളിൽ ഏതെങ്കിലും 4 ടീമായിരിക്കും വരിക. ഡൽഹി, പഞ്ചാബ്, RCB, ഗുജറാത്ത്, മുംബൈ. അതിൽ മുംബൈയുടെ കാര്യം ഏകദേശം ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. നിലവിലെ പെർഫോമൻസ് വെച്ച് മുംബൈ പ്ലേ ഓഫ് കളിക്കാനുള്ള സാധ്യത വളരെയധികം ഏറെയാണ്. ഗുജറാത്ത്, അതോടൊപ്പം തന്നെ RCB, പഞ്ചാബ്, DC. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിലവിൽ ആ നാല് ടീമുകൾ, അതായത് പഞ്ചാബ്, RCB, ഗുജറാത്ത്, മുംബൈ, നിലവിലെ പെർഫോമൻസ് വെച്ച് അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ക്രിക്കറ്റാണ്, ഏതൊരു മൂമെന്റിലും അട്ടിമറികൾ നടക്കാം. ഏതൊരു ടീമിനെയും ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൽ വിജയത്തിലേക്ക് വരാൻ സാധിക്കും. അത് നമുക്ക് പ്രവചിച്ച് ശരിയാക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്നാലും മുംബൈ, ഗുജറാത്ത്, RCB ഈ 3 ടീമുകൾ ഉറപ്പായിട്ടും കളിക്കും തന്നെയാണ് ഫീൽ ചെയ്തത്. പഞ്ചാബ്, DC തമ്മിലായിരിക്കും ആ ഒരു ഫോർത്ത് സ്പോട്ടിന് വേണ്ടിയുള്ള മത്സരം നടക്കാൻ സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നത്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ചെറിയൊരു തോൽവി പോലും പോയിന്റ് ടേബിളിലെ മൊത്തത്തിൽ തകിടം മറിയും. അത് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട് ഈ ഒരു പ്ലേ ഓഫ് റേസ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നെറ്റ് റൺ റേറ്റ് വലിയ രീതിയിൽ ഇത്തവണ ഇൻവോൾവ് ചെയ്യും ആ ഒരു പ്ലേ ഓഫിലേക്ക് കടക്കാനുള്ള സിനാരിയിലേക്ക് വരുന്ന കഴിയുമ്പോഴേക്കും. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഏതൊക്കെ ടീമാണ് പ്ലേ ഓഫ് കളിക്കാൻ സാധ്യതയുള്ളത്? ഇറ്റ്സ് മീ ഗോകുലൻ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.